ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ദേവീക്ഷേത്രമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വഴിപാടാണ് കുത്തിയോട്ട വഴിപാട്. രാവിലെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനോടെ എത്തിയ ബാലന്മാർ ആദ്യം ആറ്റുകാലമ്മയെ വണങ്ങും. കാപ്പുകെട്ടി പള്ളിപ്പലകയിൽ 7 നാണയങ്ങൾ ദേവിക്ക് കാഴ്ചവെച്ച് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങിയാണ് വ്രതം ആരംഭിക്കുക. 12 വയസ്സുവരെയുള്ള കുട്ടികളാണ് കുത്തിയോട്ട നേർച്ചയ്ക്കെത്തുന്നത്. രാവിലെ വന്ന് കണ്ടു, 4:30 മണിക്ക് വന്ന് കണ്ടു. രാവിലെ 2 മണിക്ക് അവർ ഉറക്കണീറ്റ് ആദ്യത്തെ നമസ്കാരം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ നടപ്പന്തലിലേക്ക് നിർത്തും പാരന്റ്സിനെ കാണാൻ വേണ്ടി. ആ സമയം വന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഓഫീസിൽ പോയിട്ട് വീണ്ടും ഓടി വരുവാണ് അടുത്ത് കാണാൻ വേണ്ടി. ട്വിൻസാണ് 2 പേര് ഇവിടെ ഉണ്ട്. നമുക്ക് 2 ട്വിൻസാണ് ഉള്ളത്. ഇവിടെ 2 പേര് ഇവിടെ ഉണ്ട്. ഇരട്ട മക്കളാണ്. മെഡിക്കൽ ലോകം പോലും കിട്ടില്ല എന്ന് പറഞ്ഞതാണ് മക്കളെ. മെഡിക്കൽ ലോകം പോലും അതിലൊരാളിനെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഞാൻ കുത്തിയോട്ട് നേർന്ന് എനിക്ക് കിട്ടിയ മക്കളാണ്. അതെ. ദേവീനാമജപവുമായി ക്ഷേത്രസന്നിധിയിൽ 7 ദിവസം കൊണ്ട് 1008 പ്രദക്ഷിണം ചെയ്ത് ഭജനമിരിക്കുന്നതാണ് കുത്തിയോട്ട ചടങ്ങ്. 9-ാം ദിവസം പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് വ്രതമിരിക്കുന്ന കുട്ടികൾക്ക് ചൂരൽ കുത്തുന്നതോടെയാണ് കുത്തിയോട്ടത്തിന് തുടക്കം കുറിക്കുക. വെള്ളിയിൽ നിർമ്മിച്ച നൂലാണ് ചൂരലായി സങ്കല്പിച്ച് കുത്തുന്നത്. തുടർന്ന് അണിഞ്ഞൊരുങ്ങിയ കുട്ടികൾ പുറത്തെഴുന്നള്ളിപ്പ് ഘോഷയാത്രയിൽ അകമ്പടി സേവിക്കും. ക്ഷേത്ര കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പുറത്തെഴുന്നള്ളിപ്പ് ഘോഷയാത്ര നടക്കുന്നത്. ഘോഷയാത്ര മണക്കാട് ശാസ്താക്ഷേത്രത്തിലെത്തി തിരികെ ആറ്റുകാലെത്തി വെള്ളിനൂൽ ഊരിയെടുത്ത് ദേവിക്ക് സമർപ്പിക്കുന്നതോടെ കുത്തിയോട്ട വഴിപാട് അവസാനിക്കും. കുട്ടികൾ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ദേവിയുടെ സഹോദരനായ ധർമ്മശാസ്താവിനെ കാണാൻ പോകുന്നതാണ്. മണക്കാട് ധർമ്മശാസ്താവിനെ കാണാൻ പോകുമ്പോൾ കുത്തിയോട്ട കുട്ടികൾ അകമ്പടിയായി പോകും. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി മധുരയിൽ പോയി കോവലന്റെ കഥയിലേക്ക് യുദ്ധം ചെയ്തു വരുമ്പോൾ അതിൽ മുറിവേറ്റ ഭടന്മാർക്ക് തുല്യമായിട്ടാണ് നമ്മുടെ മക്കള് ആ ഒരു ചെറിയൊരു ചൂരൽ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് ദേവിക്ക് അകമ്പടിയായി പോകുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ പെൺകുട്ടികൾ കൂടുതലാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പോൾ പിന്നെ മോനെ പ്രഗ്നന്റ് ആയപ്പോഴും പറഞ്ഞു ഇത് പെണ്ണായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു. ഒറ്റ നേർച്ച ഉണ്ടായിരുന്നുള്ളൂ. ആചാരമനുസരിച്ച് വ്രതകാലയളവിൽ കുട്ടികൾ വീടുകളിൽ പോകാനോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനോ പാടില്ല. ക്ഷേത്രത്തിനകത്തു തന്നെ കഴിയും. ചെമ്പാവരിക്കഞ്ഞിയും പയറും പപ്പടവുമാണ് പ്രഭാത ഭക്ഷണം. 7-ാം ഉത്സവ ദിവസം മാത്രം ഉപ്പുമാവും പുഴുങ്ങിയ ഏത്തപ്പഴവും കാപ്പിയും നൽകും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സദ്യ, രാത്രി അവിലും പഴവും കരിക്കിൻ വെള്ളവുമാണ് ആഹാരം. ജീവിതത്തിലെ പല ദുഃഖകരമായ സാഹചര്യത്തിലും ദേവിക്ക് കുത്തിയോട്ട വഴിപാട് പറഞ്ഞ് സ്വന്തം മക്കളെ കാണാൻ ജനലരികിൽ കാത്തുനിൽക്കുന്ന അച്ഛനമ്മമാരുടെ കാഴ്ച ഒരേ സമയം സ്നേഹം തുളുമ്പുന്നതും ഭക്തി നിർഭരവുമാണ്. കുഞ്ഞുങ്ങളെ ദേവിക്ക് മുൻപിൽ കുത്തിയോട്ട ചുവടിനായി സമർപ്പിച്ച് നിറകണ്ണുകളോടെ വേദനയാർന്ന ആ ഭൂതകാലം ഓർമ്മിക്കുന്നവരുമുണ്ട്. എല്ലാം മറന്ന് സ്വന്തം മക്കളെ ദേവിക്ക് മുൻപിൽ സമർപ്പിച്ച് ആശ്വാസമടയുകയാണ് അവർ.